ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്ക്രീനിൽ ഒരു ചാർട്ട് കണ്ടില്ലേ? നല്ല രീതിയിൽ മുകളിലേക്ക് കയറിപ്പോയല്ലേ? ഈ ചാർട്ട് കണ്ടിട്ട് വീഡിയോ മുന്നോട്ട് കാണണ്ട എന്ന ആഗ്രഹമുള്ളവർക്ക് ഇവിടുന്ന് തന്നെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻറ്റ് ഇപ്പോഴേ തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുറേ താഴെ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കുറേ നേരത്തെ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെയുള്ള കമൻറ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും അത് വരും. അപ്പം അങ്ങനെയുള്ള ഒരു കമൻറ്റൊന്നും ഇടാൻ നിൽക്കണ്ട, നേരെ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഡിദേവ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വീഡിയോ ചെയ്തായിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ. അതിൽ ആ കമ്പനി യൂസ് അടിക്കുന്ന എൽ സി അടിക്കുന്ന ഞാൻ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്, ഈ ഡിദേവ് എന്ന് പറയുന്ന കമ്പനി. അതിപ്പോൾ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് വില കൂടിയ നിലവിലാണ് ചെയ്തത്. പിന്നീട് താഴേക്ക് വന്നിട്ടിപ്പോൾ 2 ദിവസം യൂസ് അടിച്ച് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ സെയിം കമൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. അതായത് ആളുകൾക്ക് ഈ ലെവലിൽ കിട്ടുന്നതാണ് ഇഷ്ടം. പക്ഷേ നമ്മളിത് കണ്ടുപിടിച്ചൊക്കെ വരുമ്പോഴത്തേനും കയറി പോകുന്നതാണ്. ഞാനും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കൂടിയ ലെവലിലാണ്. ഇന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കുറച്ച് കൂടിയ ലെവലിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ കമ്പനി കറക്റ്റ് ചെയ്യാൻ നോക്കി നിൽക്കുക. കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് ഒരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കാരണം എനിക്കതിനുള്ള പെർമിഷനും ഇല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റും അല്ല. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് പഠിച്ചപ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോൾ താഴെ ലെവലിൽ നിന്ന് വരുന്ന കമ്പനികളിൽ നമ്മൾ ഈ പഠനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനികൾ ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് ഇപ്പോൾ വില കുറച്ച് കൂടിപ്പോയി, പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കമ്പനികൾ ഇവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഇതൊരു 10-38 കമ്പനീസ് കാണും. അപ്പോൾ അതിൽ ചില കമ്പനി, ഇന്നൊരു കമ്പനി 10-12% അപ്പായിട്ടുണ്ടായിരുന്നു. 12 14 ഇത് ഈ കമ്പനി ഇങ്ങനെ അപ്പായിട്ടുണ്ടായിരുന്നു. ഡിദേവ് നമ്മൾ കാണാം. ഇത് ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇത് 5% യൂസിയാണ്. അങ്ങനെ കുറേ കമ്പനികൾ. ഇപ്പം ഞാനിവിടെ ചെറിയ ഒരു പരീക്ഷണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു മോഡൽ പോർട്ട്ഫോളിയോയിലൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങോട്ട് പോകുന്നു എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നു. ഇപ്പോൾ 6% മുകളിൽ അത് അപ്പായിട്ട് നിൽക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ കമ്പനികളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എമൗണ്ട് ഇതല്ല. ഞാനിപ്പോൾ എല്ലാ കമ്പനിയിലും ഒരേ എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ കുറേ കഴിയുമ്പോൾ അതെങ്ങനെയാകും, അതൊക്കെ ഒരു പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വാച്ച് ലിസ്റ്റ് കാര്യങ്ങൾ, പിന്നെ അതിലെ എൻ്റെ ഐഡിയകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ജോയിൻ ബട്ടണുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അവിടെ കിട്ടും. ഒരുപാട് കമ്പനികളുടെ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് കമ്പനികളുടെ അനാലിസിസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, കൂടുതൽ നാൾ ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത ആൾക്കാർക്ക് ഞാൻ ഈ കമ്പനികളുടെ, നല്ല കമ്പനികൾ ഇതൊക്കെ സോർട്ടൊക്കെ ചെയ്തിട്ട് എൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓർക്ക് ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല. ഞാൻ സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ സ്റ്റഡി ചെയ്യും. അപ്പോൾ ഈ ഡീറ്റെയിലുകളാണ് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ശരി, യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ച നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ചെയ്യും. ചിലപ്പോൾ 1-2 വീഡിയോ ഒക്കെ ചെയ്യും. അത് സ്പെഷ്യലായിട്ട് അവർക്കുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തുന്ന കമ്പനികളും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്വിറ്റാസ് കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതൊരു ഫാർമ കമ്പനിയാണ്. അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയും കൂടിയാണ്. അപ്പോൾ ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഫുഡിന് യൂസ് ചെയ്യുന്നുണ്ട്, പോളിമറിന് യൂസ് ചെയ്യുന്നുണ്ട്, ബാറ്ററിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഫയൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. കാരണം നമ്മൾ വീഡിയോയിൽ ഇത് ഓടിച്ചാണ് വിടുന്നത്. ഈ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. 85% കമ്പനിയുടെ റവന്യൂ വരുന്നതും ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റർമീഡിയറ്റ്സിൽ നിന്നാണ്. 15% സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ നിന്നാണ്. അതുപോലെ സൺഫാർമയൊക്കെ ഇവരുടെ ക്ലൈൻ്റാണ്. ഏതാനും കുറച്ച് ക്ലൈൻറ്റുകളുടെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഹിമാലയൊക്കെ ഇവരുടെ ക്ലൈൻ്റാണ്. ഇപ്പോൾ ജോഗ്രഫിയിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ റവന്യൂ വരുന്നത് ഇന്ത്യ എന്നല്ല കേട്ടോ. എക്സ്പോർട്ട് ബിസിനസ്സിൽ നിന്നാണ് മെയിൻ റവന്യൂ വരുന്നത്. 26% ഇന്ത്യയിൽ നിന്നാണ്, 74% ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. 2027 കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് 25%. അതായത് 25%-ൻ്റെ ഗ്രോത്താണ്. ഇത് ഏതാ വർഷം? 2026. അപ്പോൾ 2027 എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് 25% റവന്യൂ ഗ്രോത്ത്. കമ്പനിക്ക് 25% റവന്യൂ ഗ്രോത്ത് ഉണ്ടായാൽ ഷെയർ പ്രൈസ് ഉയരാതെ തരവില്ലല്ലോ അല്ലേ? അപ്പോൾ ഇവരുടെ ഹിസ്റ്ററി നമുക്ക് നോക്കണം. ഇതിനു മുമ്പ് ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടുണ്ടോ, അത് നമ്മൾ നോക്കണം. എന്തായാലും 25% റവന്യൂവിൽ 40% H1, അതായത് ആദ്യത്തെ 6 മാസം. എച്ച് എന്ന് വെച്ചാൽ ഹാഫ് ഇയർ കേട്ടോ. അപ്പം ആദ്യത്തെ
6 മാസം, പിന്നെ അടുത്ത 6 മാസമാണ് H2. അപ്പോൾ 60% റവന്യൂ H2വിലാണ് പ്രതീക്ഷിക്കുന്നത്. H1ൽ 40%. 2026 ഇവരുടെ റവന്യൂ ഗൈഡൻസ് 30% ആക്ച്വലി ഇവർ 33% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2025 റവന്യൂ ഗൈഡൻസ് 30% പക്ഷേ അവർ 40% ആക്ച്വൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് രണ്ടിനും താഴെയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് 25%. സോ പറഞ്ഞ അതേപോലെ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കൂടും. അപ്പോൾ ഇതിന് മുമ്പ് അവർ പറഞ്ഞത് അതിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനിയും നമുക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ടെക്നിക്കലി കണ്ടു വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു കമ്പനിയാണല്ലേ. അപ്പോൾ താഴേക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ ഇറങ്ങിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ട്രേഡിംഗ് ആകുമ്പോൾ ലോസും വരൂലേ. ഇനി വന്നില്ലെങ്കിലോ, താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പൊസിഷൻ കട്ട് ചെയ്ത് ഇറങ്ങിയോ കാര്യങ്ങളോ ചെയ്യാം. അതായത് ഇതൊരു മോശം കമ്പനിയല്ല. കുറച്ച് പ്രൈസ് കയറിപ്പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതൊരു മോശം കമ്പനിയല്ല. അടുത്ത വർഷത്തേക്ക് നല്ല ഗൈഡൻസ് തന്നിട്ടുള്ള 2027 വരെ നല്ല ഗൈഡൻസ് തന്നിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനോ ഒക്കെ ഒരു കോൺഫിഡൻസ് കാണും. എന്നാൽ ഞാൻ പറഞ്ഞ കേട്ടോ, ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം താഴേക്കും പോകാം. താഴേക്ക് പോയിട്ട് എന്നെ പൊങ്കാല ഇടാൻ വരരുത്. താഴേക്ക് പോയാൽ കൃത്യമായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസൊക്കെ അറിയുന്നവർ അത് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ കപ്പാസിറ്റി എക്സ്പാൻഷൻ 5 മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് കമ്പനിക്കുള്ളത്. അപ്പോൾ ഈ 5 മാനുഫാക്ചറിങ് ഫെസിലിറ്റിയുടെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1100 കിലോ ലിറ്റർ പ്ലസ് 2000 മെട്രിക് ടൺ പെർ ആനം. അത് ബാറ്ററി കെമിക്കൽസാണ്. ഫേസ് 1 വരുന്നു. ഇനി ഫേസ് 2 ഇവരിത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റുകൾ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. 40 കോടിയുടെ ഒരു കോസ്റ്റ്, 320 കോടിയുടെ മറ്റൊരു കോസ്റ്റ്. അങ്ങനെ 3x കപ്പാസിറ്റി എക്സ്പാൻഷനാണ് ടോട്ടൽ നടക്കുന്നത്. കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കമ്പനി വളരുമല്ലോ. കമ്പനി വളരുമ്പോൾ സെയിലും കാര്യങ്ങളും കൂടുന്നുണ്ടാകും, പ്രോഫിറ്റ് കൂടുന്നുണ്ടാകും. അപ്പോൾ നോർമലി ഷെയർ പ്രൈസും കൂടുമല്ലോ. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ ഇതുപോലെ കപ്പാസിറ്റി എക്സ്പാൻഷനൊക്കെ ചെയ്യുന്ന കമ്പനികളിൽ ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവരുടെ മറ്റ് ക്യാപെക്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്പനി റെഡ്യൂസസ് ഇറ്റ്സ് ഫിനാൻഷ്യൽ 26 ക്യാപെക്സ് ഗൈഡൻസ് ഫ്രം 250 crore ടു 220 crore. 30 കോടിയുടെ കുറവ് ഇവിടെ പറയുന്നുണ്ട്. കാരണം പല പ്രോജക്റ്റുകളും ഡിലേ ആയിട്ടുണ്ട്. സച്ചിൻ പൈലറ്റ് പ്ലാന്റിൻ്റെ കാര്യമൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. കമ്പനി ക്യാപെക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ചിലത് ശകലം ഡിലേ ആയെങ്കിലും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ മൊത്തം ക്യാപെക്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 കോടി പ്ലസ്സാണ്. 2023 മുതൽ 2030 വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുകയാണ് 1000 കോടി പ്ലസ് കേട്ടോ. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് 30 എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ 4 വർഷം കൂടിയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വളരാൻ സാധ്യതയുള്ള കമ്പനിയാണ്. അതുപോലെ അക്വിസിഷൻസ് നടക്കുന്നുണ്ട്, മറ്റ് കമ്പനികളെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഫ്യൂച്ചറിലേക്ക് നല്ലതാണ്. CDMO ബിസിനസ്സിലേക്ക് കമ്പനി കിടക്കുന്നുണ്ട്, കോൺട്രാക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ സെഗ്മെൻറ്റ്. അതുപോലെ തന്നെ 2028 കമ്പനി ടാർഗറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്ന 1000 കോടിയാണ്. CDMO റവന്യൂ ഇൻ 24 ഫിനാൻഷ്യൽ 24 വാസ് 80-90 crore, 80-90 കോടി ആയിരുന്നു. കപ്പാസിറ്റി എക്സ്പാൻഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എംപ്ലോയി എക്സ്പാൻഷൻ കൂടി നടക്കുന്നുണ്ട്. 31% ഗ്രോത്ത് CWIPയിൽ ഓൾറെഡി ഉണ്ട്. എംപ്ലോയി കൗണ്ടിൽ 14% ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് കാര്യങ്ങളാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഇനി നെഗറ്റീവ് കാര്യങ്ങൾ പറയാം. റെഗുലേറ്ററി റിസ്ക് കമ്പനിക്ക് വരാം. കാരണം ഫാർമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനി ആയതുകൊണ്ടും പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ടും മറ്റ് രാജ്യങ്ങളുടെയും ഇന്ത്യയിലെയും റെഗുലേറ്ററി റിസ്ക്കുകൾ കമ്പനിക്ക് വരാം. ആ രാജ്യങ്ങളുടെ ഗവൺമെൻറ് പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. അതായത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലൊക്കെ വിട്ടുവീഴ്ചയൊന്നും പാടില്ല, പക്ക ആയിരിക്കണം. അത് ഈ കമ്പനിയല്ല, എല്ലാ കമ്പനിക്കും ഇത് തന്നെയാണ്. ഫാർമ കമ്പനികൾക്ക് എല്ലാം ഉള്ള ഒരു പ്രശ്നം അത് തന്നെയാണ്. കമ്പനിയുടെ ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടാണ് കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ജൂൺ മാസത്തിൽ കുറച്ച് അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ വന്നായിരുന്നു. CGSTയുടെ കാര്യങ്ങൾ. പിന്നെ വേറെ ഒരെണ്ണം, ഡയറക്ടർ വീരേന്ദ്രനാഥ് മിശ്ര 40,000 ഷെയർസ് വിറ്റിട്ടുണ്ടല്ലേ, സോൾഡ്, യെസ് വിറ്റിട്ടുണ്ട്. 3174 രൂപയ്ക്കാണ് ഒരു ഷെയർ. അതിന് ഈ വിലയ്ക്കാണ് വിറ്റത്. 12.76 കോടി ലഭിച്ചു അതിൽ നിന്ന്. അപ്പോൾ അതൊരു 2 ജൂണിൽ, അത് തൊട്ട് കഴിഞ്ഞ മാസം, ഒരു മാസം മുമ്പ് വന്നിട്ടുള്ള, കമ്പനി തന്നെ ഫയൽ ചെയ്തിട്ടുള്ള ഡേറ്റയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഷെയർ പ്രൈസൊക്കെ മുകളിലേക്ക് പോകുന്നുണ്ട്. എനിവേ ഡയറക്റ്റിൽ ഒരാൾ അത് കൊടുത്തിട്ടുണ്ട്. 2026 Q4 അതായത് ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനുണ്ട്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് വായിച്ച് നോക്കാം കേട്ടോ. 610ൻ്റെ മുകളിൽ പ്രോഡക്റ്റ് കമ്പനിക്കുണ്ട്.
600-ന് മുകളിൽ കസ്റ്റമേഴ്സുണ്ട്. 55 കൺട്രികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5 മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സൗത്ത് കൊറിയയിലാണ്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ ഈ 1000 കോടിയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു, 2023, 2030 അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി ഓരോ ഡീറ്റെയിലും ഇവിടെ കാണാം. ഫ്യൂച്ചറിലേക്കും അക്വിസിഷൻ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്, മറ്റ് കമ്പനികളെ ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ R&D ഡിവിഷൻ സെൻറ്റർ ഇതിൻ്റെയൊക്കെ വർക്കിംഗ് നടക്കുന്നുണ്ട്. 1000-ന് മുകളിൽ എംപ്ലോയീസ് കമ്പനിക്കുണ്ട്. ഏപ്രിൽ 30 കമ്പനിയുടെ കോൺകോൾ പുറത്ത് വരികയുണ്ടായി. അപ്പോൾ അത് നമ്മൾ മോളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് കണ്ടോ, 25% റവന്യൂ ഗ്രോത്ത് 2027 എക്സ്പെക്റ്റ് ചെയ്യുന്നു, 40% H1, 60% H2. അപ്പോൾ ഞാനിത് ഇനി വായിക്കണ്ടല്ലോ. ക്യാപെക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. Q4 റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ്, എക്സലൻറ്റ് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയിൽ നിന്ന് രാജിവെച്ച ഒരാൾ 500 ഷെയർസ് വിറ്റിട്ടുണ്ട് എന്നുള്ള അതും അവർ ഫയൽ ചെയ്ത് തന്നെയാണ് 2144 രൂപയ്ക്ക്. ഇപ്പോൾ 3000-ൻ്റെ മുകളിലല്ലേ വില. അപ്പോൾ ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപയ്ക്ക് പ്രൈസിന് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞയാളാണ് വിറ്റത്. ആ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ ഡേറ്റ എടുത്തേക്കുന്നത്. എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ ഡീറ്റെയിൽസ് ഇട്ടേക്കാം, വിശദമായിട്ട് വായിച്ച് നോക്കുക. പിന്നെ ഇതാണ് കമ്പനിയുടെ ചാർട്ട്. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ തന്നെ വില കൂടുതലാണ്, നല്ല കമ്പനി ആയതുകൊണ്ടാണ് അങ്ങനെ കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും മറ്റും താഴെ രേഖപ്പെടുത്തുക. ഇത് ജസ്റ്റ് ഇൻഫോർമേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഞാൻ സുബീർ എസ്റ്റേറ്റ് റിസർച്ച് അനലിസ്റ്റ് അല്ല. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.